എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ പച്ചക്കറി ഊണിൻ്റെ കുറച്ച് റെസിപ്പികൾ നോക്കാം. നമ്മളിന്ന് ചോറും 3 കൂട്ടം കറികളുമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ്. അപ്പം നോൺ വെജ് കഴിക്കാത്തവർക്കും അതുപോലെ തന്നെ നോയമ്പുള്ളവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പികളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വറ്റൽ മുളകും അതുപോലെ കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക്, അതുപോലെ തന്നെ 2 മീഡിയം സൈസിലുള്ള സവാള, കുറച്ച് വലുതായിട്ട് അരിഞ്ഞതാണ്, ഒരുപാട് പൊടിയായിട്ടുള്ള കുറച്ച് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് ബ്രൗൺ നിറമായിട്ട് വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എരിവ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തുള്ളത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി നമ്മൾ ഒരു 1.25 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ് ഈ ഒരു കറിക്ക്. അതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. പുഴുങ്ങിയിട്ട് തന്നെ ചേർക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ആ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളമല്ല, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഒരുപാടങ്ങ് വെന്ത് പോയിട്ടില്ല, ഇനി ബാക്കി ഇതിൽ കിടന്നാണ് വേവുന്നത്. ഉരുളക്കിഴങ്ങ് ഒരുപാട് വെന്ത് പോയിട്ടില്ല, ബാക്കി ഇനി ഇതിൽ കിടന്നാണ് വേവുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യത്തിനുണ്ടോയെന്ന് ഈ ഒരു സമയത്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ചാറ് വേണമെങ്കിൽ ചാറായിട്ടെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറുക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും ഈ ഒരു കറിക്ക്. അപ്പോൾ ഈ ഒരു കറി ചപ്പാത്തിക്കും ചോറിനും അടിപൊളിയാണ്. നമ്മളിതിൽ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒഴിക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇനി ഇത് ഒരുപാട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് സ്പെഷ്യലാകാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയൊരു പപ്പടമാണ്. ഇതുപോലെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പം അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. പപ്പടം എണ്ണയിൽ വറക്കണമെന്നും ഇല്ല, ചുട്ടെടുത്തിട്ട് ഇതിലിട്ട് കൊടുത്താലും മതിയാകും. ഞാനിവിടെ ഒരു 40 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്ത പപ്പടമാണ്. അപ്പോൾ പപ്പടം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പപ്പടം അലിഞ്ഞൊന്നും പോവില്ല, ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. നല്ല ടേസ്റ്റിയാണ് പപ്പടം ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽ. അപ്പോൾ പപ്പടം നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും മാത്രം ചേർത്താലും മതി. പക്ഷേ പപ്പടം ചേർക്കുമ്പോൾ ഒന്നുകൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി കറി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മോരുകറിയാണ്. സാധാരണ മോരുകറിയല്ല, ഇതൊരു സ്പെഷ്യൽ മോരുകറിയാണ്. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം.
ഈ സ്പെഷ്യൽ മോരുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് നല്ല കട്ട തൈരാണ് എടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു തൈര് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അപ്പോൾ ഈ തൈരിലേക്ക് നമ്മളിനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ തൈരിൽ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത്, കുറച്ചൊരു കുറുകിയിട്ട് വേണം ഈ ഒരു തൈര് ഉണ്ടാവാൻ. നമ്മൾ 2 കപ്പ് തൈരിന് 2 കപ്പ് വെള്ളം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കട്ട തൈര് നന്നായിട്ട് ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് കൈവച്ചിട്ട് ഉടയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതിയാകും. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട താളിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക്, കറിവേപ്പില ഇതുകൂടി നമ്മളിട്ട് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ഇട്ട് കൊടുക്കാം. പക്ഷേ വറ്റൽമുളക് ഇവിടെ നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു എരിവിനും ഒരു കളറിനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് കായപ്പൊടി. അപ്പം ഇത് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ഈ ഒരു മോരുകറിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത മോരൊക്കെ ആണെങ്കിൽ നമ്മളൊരു തക്കാളി ഇതുപോലെ വഴറ്റി ചേർക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല പുളിയും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോര് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു കൂട്ട് ഒരുപാട് തിളപ്പിക്കരുത്, പക്ഷേ ചൂടാകുകയും വേണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നല്ല കുറുകിയ നല്ല ടേസ്റ്റുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ. നമ്മൾ ഈ ഒരു റെസിപ്പി നമ്മൾ പണ്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത്. അന്ന് സൗണ്ട് ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കറി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ അമ്മ സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നൊരു മോര് കറിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ കോളിഫ്ലവർ ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു പകുതി കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ്. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പാക്കറ്റിൽ കിട്ടുന്ന ചിക്കൻ മസാല ആയാലും മതി. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, അതുപോലെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു മസാല ഈ ഒരു കോളിഫ്ലവറിൽ കോട്ടയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവറും അതുപോലെ തന്നെ അരിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ ഇത് നല്ലൊരു ക്രിസ്പി ആകും. അപ്പോൾ കോൺഫ്ലവറും അരിപ്പൊടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. കുറഞ്ഞു പോരുത്, കൂടിയാൽ കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. നമ്മൾ ചിക്കനും ഇതുപോലെ തയ്യാറാക്കാം. അപ്പോൾ ആ ഒരു അതേ മസാല തന്നെയാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു കുഴമ്പ് പരുവത്തിൽ ഈ ഒരു മസാല ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പം ഈ ഒരു മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മസാല ഇതിൽ കോട്ട് നമ്മൾ എണ്ണയിലിടുമ്പോൾ കോട്ടിങ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള അരിപ്പൊടിയും അല്ലെങ്കിൽ കോൺഫ്ലവറും ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതിയാകും. കോൺഫ്ലവർ ഇല്ലാത്തവർ അരിപ്പൊടി മാത്രം ചേർത്താലും മതിയാകും. നിങ്ങളുടെ കയ്യിൽ ഇനി അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും മതി. അപ്പം നമ്മൾ ഈ ഒരു മസാല ഈ ഒരു കോളിഫ്ലവർ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്, ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ നല്ലതായിട്ട് മസാലയൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇതുപോലെ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. അതായത് നോൺ സ്റ്റിക്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് ഏറ്റവും അവസാനം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക് കീറിയിട്ടതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രൈക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ നോൺ വെജ് നെക്കാട്ടിലും അടിപൊളി ടേസ്റ്റിലുള്ള 3 കറികളാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നോയമ്പൊക്കെ ഉള്ളവരും അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇനിയും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കോംബോ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്